ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണിമംഗലത്ത് നിന്ന് നിന്നെ പുറത്താക്കിയത് ദേവനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നീയായിട്ട് മുഖം താഴ്ത്തിയിരുന്ന് അറിയിക്കാൻ നിൽക്കണ്ട. മനസ്സിൽ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന മോള് ആണൊരുത്തനെ മുറിയിൽ വിളിച്ച് കയറ്റിയെന്നറിഞ്ഞ എന്താ ഉണ്ടാവുകയെന്നറിയുവോ? രണ്ടാളും വാശി കാണിച്ചിരിക്കുക. ഇല്ലെങ്കിൽ വേണ്ട, അവിടെ ഇരിക്കട്ടെ. വിശപ്പുള്ളവർക്ക് കഴിക്കാം. മോള് വിളമ്പിക്കോ. ഇനി താൻ നിർബന്ധിക്കാനൊന്നും നിൽക്കണ്ട. വേണമെങ്കിൽ വന്ന് കഴിക്കട്ടെ, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് തോൽപ്പിക്കട്ടെ. അമ്മയുടെ കാര്യം മനസ്സിലാവാത്തത്. കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ അമ്മ തിരുത്തി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. പകരം ഇങ്ങനെ എല്ലാത്തിനും കൂട്ടി നിൽക്കാന്ന് പറഞ്ഞാ ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാ? മിണ്ടാതിരുന്ന് കഴിക്കു ഉർവശി. ഛേ, ഛേ. എന്താ ഇതൊക്കെ? എങ്ങനെയാ പ്രിയങ്ക ഇത് വായിൽ വെച്ച് കഴിക്കുന്നേ? ഇത്രയും നാൾ ഭക്ഷണമേശയിൽ വന്നിരുന്നാൽ അളവിൽ കൂടുതലായിരുന്നു എല്ലാവരും കഴിച്ചിരുന്നത്. എല്ലാ വിഭവങ്ങൾക്കും നല്ല രുചിയുണ്ടായിരുന്നു. അപ്പൊ ഇതുവരെ ഇതെല്ലാം ഉണ്ടാക്കിയിരുന്നത് രാധികയായിരുന്നു അല്ലേ മോളെ? അല്ലല്ല, ഞാൻ തന്നെ അച്ഛൻ ഉണ്ടാക്കിയിരുന്നത്. എന്നിട്ട് ഇന്ന് എന്ത് പറ്റി? ഇന്ന് നടന്ന പ്രശ്നങ്ങളൊക്കെ ഓർത്ത് ആകെ ടെൻഷനിലായിരുന്നു ഞാൻ. എല്ലാം ഞാൻ മാറ്റി ഉണ്ടാക്കാം, എല്ലാം നന്നായിട്ട് ചെയ്യാം. ആ, ശ്രമിച്ചു നോക്ക്. അല്ല, കഴിക്കുന്നില്ലേ? ദുരന്തരന്ന് വാങ്ങാൻ എനിക്ക് വയ്യ. അല്ലാതെ തന്നെ ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ടല്ലോ. എനിക്കും വേണ്ട. അയ്യോ ചെറിയമ്മേ, ഇതൊന്ന് കഴിച്ചു നോക്കിയേ. പരീക്ഷിക്കാൻ വേണമെങ്കിലേ ഞാൻ ആളെ വിട്ടുതരാൻ പ്രിയങ്കെ. എന്നെ വിട്ടേക്ക്. സോറി അമ്മേ, ഞാൻ കാരണം എല്ലാരും പട്ടിണിയായല്ലേ. അത് സാരമില്ല മോളെ, എല്ലാവർക്കും എന്തെങ്കിലും ഫുഡ് വരുത്താം. ആ മോളും ഇത് കഴിക്കണ്ട കേട്ടോ, അത്രയ്ക്ക് മോശോ. നീ നന്നാവില്ലടാ, ഒരിക്കലും നന്നാവില്ല. കുടുംബത്തിന്റെ ശാപം വാങ്ങിച്ചവനാ നീ. നീ ഇവളെ കൊണ്ട് ഒരിക്കലും ജീവിക്കില്ലടാ, ഒരിക്കലും ജീവിക്കില്ല. കണിമംഗലത്ത് നിന്ന് നിന്നെ പുറത്താക്കിയത് ദേവനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നീയായിട്ട് മുഖം താഴ്ത്തിയിരുന്ന് അറിയിക്കാൻ നിൽക്കണ്ട. മനസ്സിൽ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന മോള് ആണൊരുത്തനെ മുറിയിൽ വിളിച്ച് കയറ്റിയെന്നറിഞ്ഞ എന്താ ഉണ്ടാവുകയെന്നറിയുവോ? ആ നിമിഷം അവൻ നെഞ്ചുരുക്കി ചാകും. അതും കൂടെ കണ്ടാലേ നിനക്ക് സമാധാനം കിട്ടുള്ളൂ. ദേവൻ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെന്ന് സംസാരിക്ക്.
നിന്റെ മോന്ത ഇങ്ങനെ കെട്ടി വീർപ്പിച്ച് നിർത്തിയിട്ടല്ല, മനസ്സിലായോ? ശ്രീകരം എന്റെ കുട്ടി വന്നതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞല്ലോ. പിന്നെ എന്തിനായി കണ്ണുപൊത്തിക്കളി? ഇരിക്കെ. യശോദേ, എന്റെ പിറന്നാളുകാരി കുട്ടിയോട് എന്താ വേണ്ടതെന്ന് ഞാൻ ഇന്നലെ വിളിച്ചു ചോദിച്ചു. അവൾ എന്താ മറുപടി പറഞ്ഞതെന്ന് എനിക്കറിയോ? ഇല്ല. കഴിഞ്ഞ പിറന്നാളിന് മോൾ എന്താ ചോദിച്ചത്? പോട്ടെ, അതിന് മുമ്പുള്ള പിറന്നാളിന് എന്താ ചോദിച്ചത്? അത് തന്നെയാടോ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം. അത് മതി എന്റെ കുട്ടിക്ക്. അല്ല, എന്താ മോളെ പ്രിയങ്കയെ കൂട്ടാത്ത്? അവൾ എപ്പോഴാ വരുന്നത്? അവള് വന്നിട്ട് മതി ആഘോഷമൊക്കെ. പ്രിയങ്ക വരില്ല. അവൾക്ക് നല്ല സുഖമില്ല. അതെന്ത് പറ്റി? അവള് 1-2 വട്ടം ഛർദിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്റെ കൃഷ്ണ, ശുഭവാർത്ത എന്തെങ്കിലും ആയിരിക്കുമോ? ആയിരിക്കും അല്ലേ മോളെ? നല്ല വാർത്തയാവട്ടെ. യശോദേ, മുത്തശ്ശനും മുത്തശ്ശിയാവാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണമെന്നാ തോന്നുന്നു. അല്ല, എന്താടോ തനിക്കിതൊന്നും കേട്ടിട്ട് ഒരു സന്തോഷം തോന്നുന്നില്ലേ? സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ ദേവേട്ടൻ പ്രതീക്ഷിക്കുന്ന പോലെ ആവണമെന്നില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുക, ആവോളം പ്രതീക്ഷിക്കുക. കേട്ടിട്ടില്ലേ, മലയോളം ആഗ്രഹിക്കുമ്പോ ഒന്നോളം തരുമെന്ന്? അത് തന്നെയാടോ ജീവിതത്തിന്റെ ഒരു രസവും.